മലപ്പുറം ചട്ടിപ്പറമ്പിൽ യുവതി പ്രസവത്തിനിടെ ചികിത്സ കിട്ടാതെ മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവായ സിറാജുദ്ദീൻ ലത്തീഫി അനുവദിക്കാത്തതുകൊണ്ട് 1.5 വർഷം മുമ്പാണ് സിറാജുദ്ദീനും ഭാര്യയും ഈ കാണുന്ന വീട്ടിലേക്ക് താമസം മാറിയത്. 5 മക്കളിൽ 3 പേരെയും വീട്ടിലാണ് പ്രസവിച്ചത്. അക്യുപഞ്ചർ ചികിത്സാരീതി പഠിച്ചതിന് ശേഷം ഭാര്യയുടെ പ്രസവം സിറാജ് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഇതുവരെ നടത്തിയത്. പ്രധാനമായും ഷെയ്ഖന്മാരുടെ കറാമത്തിനെ ചൂണ്ടിക്കാണിച്ചാണ് ഇദ്ദേഹം യൂട്യൂബ് ചാനലിൽ വരാറ്. അവരുടെ മദഹ് പറയലും കറാമത്തിനാൽ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടുമെന്ന തരത്തിലുള്ള വിശ്വാസ പ്രചരണവും ഇദ്ദേഹം നടത്തും. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഇദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ വളരെ പ്രയാസമാണെന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യണമെന്നും പറഞ്ഞതായുള്ള വോയിസുകളെല്ലാം ഇതിനു മുമ്പേ പുറത്തു വന്നിട്ടുണ്ട്. മരണപ്പെട്ടതും ഇങ്ങനെ ഒരു പ്രസവം അവിടെ നടന്നതൊന്നും അയൽവാസികൾ പോലും അറിഞ്ഞിട്ടില്ല. പ്രസവിച്ചതിന് ശേഷമാണ് ഹസ്മയുടെ വീട്ടിലേക്ക് സിറാജുദ്ദീൻ വിളിച്ചു പറയുന്നത്. തുടർന്ന് ഹസ്മയുടെ വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുകയും അവിടെ കബറടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹസ്മയുടെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെടുന്നത്. പ്രസവം കഴിഞ്ഞ് അവശനിലയിലുള്ള ഹസ്മയെ മരണത്തിലേക്ക് പോകുന്ന നേരത്ത് പോലും ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല. കൂടാതെ അപ്പോൾ പ്രസവിച്ച ആ കുഞ്ഞുമായി ഹസ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഷെയ്ഖിൻ്റെ കറാമത്തിനാൽ എല്ലാം ലഭിക്കുമെന്നുള്ള തരത്തിലേക്ക് മാറിപ്പോകണമെങ്കിൽ നമുക്കെത്ര ഈമാൻ വേണമെന്നുള്ള കാര്യം പോലും ഇയാൾക്കറിയില്ല. യൂട്യൂബിൽ നിരങ്ങിയും മഹാന്മാരുടെ മയ്യത്ത് കാണിച്ച് യാചന നടത്തുന്നതും ഒരു ഈമാനുള്ള വ്യക്തിയുടെ ലക്ഷണമാണ്. സംഭവം എന്തായാലും ഹസ്മയുടെ മയ്യത്തുമായി ഭാര്യ വീട്ടിലെത്തിയ സിറാജുദ്ദീൻ ലത്തീഫിന് ഹസ്മയുടെ വീട്ടുകാർ കണ്ണടിച്ച് തിരിച്ചു എന്നാണ് കേട്ടത്. ഇതിനു മുമ്പും ഫാറൂഖ് നഈമി ഉസ്താദ് സംഘടനയ്ക്ക് ഇയാളുടെ പ്രവൃത്തിയുമായി യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത്തരത്തിൽ മഹാന്മാരുടെ കാര്യം പറഞ്ഞ് ഇയാൾ പല മന്ത്രവാദങ്ങളും നടത്തിവരുന്നതായി അറിഞ്ഞിരുന്നു. നിങ്ങൾ ഈ നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഞാൻ പറയേണ്ടി വരും. നിങ്ങളുമായി പ്രസ്ഥാനത്തിനോ സുന്നത്ത് ജമാഅത്തിനോ ആലിമീങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹത്തെ സമീപിക്കുന്ന ഉസ്താദിനെയും പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കണം എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷെ എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളെ കൊണ്ട് അള്ളാന്റെ ദീനിന് നഷ്ടമുണ്ട്. അല്ല, എനിക്കിപ്പോൾ നിങ്ങളോട് എന്താ വിരോധം? നിങ്ങളെ ബുക്കും കൂടി ഇറക്കിയിട്ട് നാളെ മുതലിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ അതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങളോട്ട് ഞാൻ കലാമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. കൂടുതൽ സുന്നത്ത് ജമാഅത്തിന് ബാധിക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ പേരെടുത്ത് തന്നെ പറയും. സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറഞ്ഞൊരു മൂല്യാരുണ്ട്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അയാൾ ഇങ്ങനെ നടന്നിട്ട് ഓരോ ആളുകൾക്കും ഇങ്ങനെ കറാമത്ത് കണ്ടുപിടിക്കുകയാണ്. CM വലിയുള്ളായിക്ക് അള്ളാഹു കൊടുത്ത വലിയ സ്ഥാനവും പദവിയൊക്കെ ഉണ്ട്. അതിനിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ബഹുമാനിക്കുകയും ഓരോ ഇൽമിനെയും ഓരോ ദറജകളെയൊക്കെ ആദരിച്ച് സ്നേഹിച്ച് സിയാറത്ത് ചെയ്യുന്നവരും. ഇതിപ്പോൾ മൊത്തം 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 വീട്ടിൽ, ബാക്കി 3 ആദ്യത്തെ 2 ആശുപത്രിയിൽ, ഇപ്പോഴത്തെ 3 വീട്ടിൽ. ഫോണിൽ മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കൽ കുറവാണ്. അപ്പോൾ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അവസാന നിമിഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമല്ലോ. ഞാനിപ്പോൾ കേട്ടറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ്, ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. ഇത് കേട്ടറിവാണ്, എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല. ഞാനിപ്പോൾ അറിയുന്നത് രാവിലെ 6 മണിക്കാണ്. ഇപ്പോൾ ഇത്ര സമയം ഈ പറയുന്ന ഭർത്താവും എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഇവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയും കൊച്ചിനെ ഹോസ്പിറ്റലൈസും ചെയ്തു.